മഹാഭാരതത്തിലെ പാണ്ഡവരുടെ വനവാസവും അജ്ഞാതവാസവും ഓരോ പരീക്ഷണങ്ങളായിരുന്നു. 12 വർഷത്തെ വനവാസത്തിന് ശേഷം ആരും തിരിച്ചറിയാതെ ഒരു വർഷം ജീവിക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. ഈ നിർണായക സമയത്ത് അർജുനൻ തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പഴയ ശാപത്തെക്കുറിച്ച് ഓർത്തു. ഒരിക്കൽ പിതാവായ ഇന്ദ്രന്റെ ക്ഷണപ്രകാരം സ്വർഗത്തിൽ ചെന്ന അർജുനൻ അവിടെ വെച്ചൊരു പരീക്ഷണം നേരിടേണ്ടി വന്നു. അപ്സരസായ ഉർവശി അർജുനനോട് അനുരാഗം തോന്നി. എന്നാൽ അർജുനൻ വിനയത്തോടെ ആ പ്രണയം നിരസിക്കുകയും ഉർവശിയെ മാതാവിനെ പോലെയാണ് താൻ കാണുന്നതെന്ന് അറിയിക്കുകയും ചെയ്തു. ഇതിൽ അപമാനിതയായ ഉർവശി കോപം കൊണ്ട് ജ്വലിച്ച് അർജുനനെ ശപിച്ചു. നീ എന്നെ തിരസ്കരിച്ചതിനാൽ ഒരു വർഷം നീ സ്ത്രീകൾക്കിടയിൽ നൃത്തം ചെയ്ത് നപുംസകമായി ജീവിക്കേണ്ടി വരും. ശാപം കേട്ട് ദുഃഖിതനായ അർജുനനെ അദ്ദേഹത്തിന്റെ പിതാവായ ഇന്ദ്രൻ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, പുത്ര അർജുന, ഈ ശാപം പിന്നീട് നിനക്ക് വളരെ ഉപകാരപ്പെടും. പാണ്ഡവരുടെ 13-ാം വർഷത്തെ അജ്ഞാതവാസം ആരംഭിച്ചപ്പോൾ അവർക്ക് വേഷം മാറിയേ പറ്റൂ എന്ന അവസ്ഥ വന്നു. ആരും തിരിച്ചറിയാതിരിക്കാൻ അർജുനൻ ഉർവശിയുടെ ശാപത്തെക്കുറിച്ച് ഓർക്കുകയും അത് തനിക്കുള്ളൊരു മറയായി ഉപയോഗിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം സ്വയം ബൃഹന്നള എന്ന പേര് സ്വീകരിച്ചു. തുടർന്ന് അവിടുത്തെ രാജകുമാരിമാർക്ക് നൃത്തവും സംഗീതവും പഠിപ്പിക്കുന്ന ഒരു നർത്തകനായി അദ്ദേഹം ജീവിച്ചു പോന്നു. ഒരു ധീരയോദ്ധാവായി പോരാടുന്നതിന് പകരം ബൃഹന്നള എന്ന പേരിൽ അദ്ദേഹം ഒരു നർത്തകിയുടെ വേഷത്തിൽ ഒളിവിൽ കഴിഞ്ഞു. അജ്ഞാതവാസം അവസാനിക്കാറായപ്പോൾ കൗരവർ പാണ്ഡവരെ കണ്ടെത്താനായി അദ്ദേഹം താമസിച്ചിരുന്ന രാജ്യത്തെ ആക്രമിച്ചു. യുദ്ധത്തിൽ നേരിടാൻ ആളില്ലാതായപ്പോൾ രാജാവിന് ഒരു തേരാളിയെ ആവശ്യമായി വന്നു. ആ സമയം ബൃഹന്നള തേരാളിയാകാമെന്ന് സ്വയം മുന്നോട്ട് വന്നു. യുദ്ധകളത്തിലെത്തിയപ്പോൾ ബൃഹന്നള തന്റെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി. താൻ വെറും ഒരു നർത്തകിയല്ലെന്നും മറിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ വില്ലാളി അർജുനനാണെന്നും രാജാവിനോട് പറഞ്ഞു. പിന്നീട് തന്റെ ഗാന്ധീവം എന്ന വില്ലെടുത്ത് ഒറ്റയ്ക്ക് കൗരവരെ മുഴുവൻ പരാജയപ്പെടുത്തി അവരെ അവിടുന്ന് ഓടിക്കുകയും ചെയ്തു. ധർമ്മം സംരക്ഷിക്കാൻ ഒരു വ്യക്തിക്ക് എപ്പോൾ സ്വയം താഴാനും എപ്പോൾ ശക്തനായി തിരികെ വരാനും കഴിയണം എന്നതിനെക്കുറിച്ചുള്ള വലിയൊരു പാഠമാണ് ഈ കഥ. ശരിയായ സമയത്തിനായി ഒരു യോദ്ധാവായി തന്നെ നിൽക്കണമായിരുന്നിട്ടും അർജുനൻ ഒരു നർത്തകിയുടെ വേഷത്തിൽ ഒളിഞ്ഞിരുന്നു. ഇത് കേവലം ഒരു പോരാളിയുടെ കഥയല്ല, മറിച്ച് ശരിയായ അവസരത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു ധീരന്റെ കഥയാണ്. അർജുനൻ ബൃഹന്നളയായി മാറിയ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ഇന്ദ്രപുത്രൻ അർജുനൻ എന്ന് ടൈപ്പ് ചെയ്യൂ. ഓം നമോ ഭഗവതേ വാസുദേവായ.